ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭഗവൈകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥന തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അമൂർത്ത സങ്കല്പത്തെ തികച്ചും വികലമായിരിക്കുന്ന ഒരു ചിത്രീകരണം എന്ന രീതിയിൽ കുറ്റപ്പെടുത്തുകയാണ് വേദമൂർത്തികൾ ചെയ്യുന്നത്. ആനന്ദ ചിന്മയ രസമായിട്ടാണ് ബ്രഹ്മസംഹിതയിൽ പരമപുരുഷന്റെ ശരീരത്തെ വർണ്ണിച്ചിരിക്കുന്നത്. പരമപുരുഷന്റെ ശരീരം ആധ്യാത്മികമാണ്, ഭൗതികമല്ല. ശരീരത്തിന്റെ ഏത് ഭാഗം കൊണ്ടും എന്തും ആസ്വദിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതുകൊണ്ടാണ് അദ്ദേഹം സർവശക്തനായിരിക്കുന്നത്. ഭൗതിക ശരീരത്തിന്റെ അവയവങ്ങൾക്ക് അതതിന് നിശ്ചയിച്ചിട്ടുള്ള പ്രവർത്തനം മാത്രമേ നടത്താനാവൂ. പിടിക്കാൻ കഴിയുമെങ്കിലും കാണാനോ കേൾക്കാനോ കൈകൾക്ക് കഴിയാത്തതുപോലെ പരമപുരുഷന്റെ ശരീരം ചിന്മയരസം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനാൽ അഥവാ സച്ചിദാനന്ദ വിഗ്രഹം ആകയാൽ അദ്ദേഹത്തിന് ഏതവയവം കൊണ്ടും ഏത് വേണമെങ്കിലും ആസ്വദിക്കാനും പ്രവർത്തിക്കാനും കഴിയും. ഇതാണ് കണ്ണിൻ്റെ ധർമ്മം ചെവിക്ക് ചെയ്യാൻ സാധിക്കില്ല, ചെവിയുടെ ധർമ്മം നാക്കിന് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നത്. അപ്പം ശരീരം ഭൗതികമാണ്. ഭൗതിക ശക്തികളെല്ലാം എന്തിനാണോ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ സൃഷ്ടിച്ചിരിക്കുന്നത്, അതിനൊക്കെ അതാത് കർമ്മങ്ങളെ ചെയ്യാൻ സാധിക്കും. ഈശ്വരൻ എന്ന് പറയുന്നത് ഏത് കർമ്മവും ഏത് സമയത്തും എവിടെയും എപ്പോഴും ഏത് ഇന്ദ്രിയവും ഉപയോഗിക്കാനുള്ള കഴിവുണ്ട്. അതാണ് മായയിൽ നിന്ന് ജയിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് വിഗ്രഹസങ്കല്പത്തിനൊക്കെ ഒരു പരിധിയുണ്ടെന്നാണ് വേദമൂർത്തികൾ പറയുന്നത്. ഇപ്പോൾ ഈശ്വരൻ്റെ രൂപം തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് കൽപ്പിച്ച് ഏതെങ്കിലും രൂപത്തിലോ ഭാവത്തിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ അത് ഭൗതിക ശക്തി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതൊക്കെ ഭൗതികമായ പരിമിതികൾക്കുള്ളിലാണെന്നർത്ഥം. എന്നാൽ ആത്മശക്തിക്ക് അതുപോലെയല്ല. പരമാത്മശക്തി എന്ന് പറഞ്ഞാൽ ആത്മശക്തിയുടെ പ്രഭാവം നമ്മുടെ കണ്ണിലും ചെവിയിലും മൂക്കിലും നാക്കിലും അണുവിലും നാഡീവ്യൂഹങ്ങളിലും ഒക്കെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഭൗതികമായ ശക്തി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നാഡികളായിക്കോട്ടെ, കണ്ണ് മൂക്ക് ചെവി ഇന്ദ്രിയങ്ങളായിക്കോട്ടെ, ബുദ്ധി ആയിക്കോട്ടെ, എന്തിലാണോ നിൽക്കുന്നത് അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞതിൻ്റെ. അതായത് സച്ചിദാനന്ദ വിഗ്രഹമാകയാൽ അദ്ദേഹത്തിന് ഏത് അവയവം കൊണ്ടും ഏത് ഇന്ദ്രിയം കൊണ്ടും ഏത് കാര്യവും ആസ്വദിക്കാനും പ്രവർത്തിക്കാനും കഴിയും. ഭഗവാന്റെ ആധ്യാത്മിക ശരീരത്തെ ഭൗതിക ശരീരമായി കൈക്കൊള്ളുന്നത് പരമപുരുഷനെ ബദ്ധാത്മാവിന് തുല്യം ആക്കി തീർക്കാനുള്ള പ്രേരണ ആജ്ഞ മൂലമാണ്. ബദ്ധാത്മാവിന് ഒരു ഭൗതിക ശരീരമാണുള്ളത്. അതിനാൽ ഭഗവാന് ഒരു ഭൗതിക ശരീരമാണ് ഉള്ളതെങ്കിൽ പരമപുരുഷനും ജീവാത്മാക്കളും ഒന്നു തന്നെയാണെന്ന അമൂർത്തവാദികളുടെ സിദ്ധാന്തം എളുപ്പത്തിൽ പ്രചരിപ്പിക്കാൻ കഴിയുമല്ലോ. പരമപുരുഷൻ തിരു അവതാരം എടുക്കുമ്പോൾ അദ്ദേഹം പലവിധ ലീലകളും ആടുന്നു. എന്നിരുന്നാലും യശോദാമാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ശിശുരൂപമായിരിക്കുന്ന ശരീരവും അസുരന്മാരായി ഏറ്റുമുട്ടുമ്പോഴത്തെ വളർന്ന ശരീരവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ശൈശവത്തിലെ ശരീരം കൊണ്ട് യൗവനത്തിൽ ദന്തവക്രൻ, ശിശുപാലൻ തുടങ്ങിയ അസുരന്മാരോട് ഏറ്റുമുട്ടിയ അതേ ശക്തിയോടെ പൂതന, തൃണാവർത്തൻ, അഘാസുരൻ തുടങ്ങിയ അസുരവർഗത്തോട് അദ്ദേഹം ഏറ്റുമുട്ടി. ഭൗതിക ജീവിതത്തിൽ ഒരു ബദ്ധാത്മാവ് ശരീരം ഉപേക്ഷിക്കുന്നതോടെ തൻ്റെ പൂർവ്വ ശരീരത്തെക്കുറിച്ച് സർവവും വിസ്മരിക്കുന്നു. എന്നാൽ കൃഷ്ണൻ്റേത് സച്ചിദാനന്ദ ശരീരമാകയാൽ അദ്ദേഹം കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് സൂര്യദേവന് ഭഗവത്ഗീത ഉപദേശിച്ച കാര്യം മറന്നിട്ടില്ലെന്ന് ഭഗവത്ഗീതയിൽ തന്നെ നമുക്കറിയാം. അങ്ങനെ ഭൗതികവും ആധ്യാത്മികവുമായ അസ്തിത്വങ്ങൾക്കൊക്കെ അതീതനാകയാൽ അദ്ദേഹം പുരുഷോത്തമൻ എന്നറിയപ്പെടുന്നു. കാരണങ്ങൾക്കെല്ലാം കാരണനാണ് എന്ന് പറയുമ്പോൾ ആധ്യാത്മികവും ഭൗതികമായ ലോകങ്ങൾക്കെല്ലാം ഒരേപോലെ കാരണൻ അദ്ദേഹമാണെന്നർത്ഥം. പരമപുരുഷൻ സർവശക്തനും സർവജ്ഞനുമാണ്. അങ്ങനെ ഒരു ഭൗതിക ശരീരത്തിന് സർവജ്ഞനോ സർവശക്തനോ ആകാൻ സാധ്യമല്ലാത്ത സ്ഥിതിക്ക് ഭഗവാന്റെ ശരീരം ഭൗതികമാകാൻ ഒരു തരത്തിലും സാധ്യമല്ല. പരമപുരുഷൻ ഭൗതിക ലോകത്തിലേക്ക് വരുന്ന ഭൗതിക ശരീരമായിട്ടാണെന്ന് മായാവാദികളുടെ സിദ്ധാന്തം ഒരു തരത്തിലും അംഗീകരിക്കാനാവുന്നതല്ല. ഇവിടെ അതുകൊണ്ട് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, ഭൗതികവാദികൾ, അതായത് ആസുരീഭാവം ഉള്ളവര്
ഞാൻ സാധാരണ മനുഷ്യരുടെ കൂട്ട് ഒരു ശരീരമെടുത്ത് വന്നവനാണെന്ന് കരുതും, അതുകൊണ്ട് എന്നെ ഭജിക്കാത്തവരായിട്ട് മാറും. സാധാരണ മനുഷ്യരുടെ കൂട്ട് കണക്കാക്കരുതെന്ന് ജന്മം നൽകിയ ദേവകി അമ്മയോട് പോലും ഭഗവാൻ പറയുന്നുണ്ട്, എന്നെ പുത്രഭാവത്തിൽ കാണരുത്. മായയ്ക്ക് അതീതമായിട്ടാണ് ഭഗവാൻ ഏത് ശരീരവും എപ്പോഴും അവതാരം എടുത്താലും എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കൃത്യമായിട്ട് ഗീതയിലെ 4-ാം അധ്യായത്തിൽ അവതാരതത്വം പറയുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനുഷ്യ ശരീരം എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഭഗവാൻ നമുക്ക് തത്തുല്യമായ ഭൗതിക ശക്തികൾക്ക് അടിമയാണെന്നുള്ള വിചാരത്തിലാണ് നമ്മൾ ഭഗവാനെ ഭജിക്കുന്നതും സമീപിക്കുന്നതും എന്നർത്ഥം. അതല്ല, ഭഗവാൻ പ്രത്യക്ഷത്തിൽ നമ്മളെ മാനുഷിക ശരീരം എടുത്തുകൊണ്ട് വന്നെങ്കിലും നമ്മളെപ്പോലെ മായാബന്ധിതമല്ല ഭഗവാൻ. മായയ്ക്ക് അതീതമായി കൊണ്ടാണ് ജനിച്ചിരിക്കുന്നത്. നമ്മൾ മായയ്ക്ക് അതീതഭാവം കൈക്കൊണ്ടാൽ, അതായത് മായയെ ജയിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ആരാണോ മായയെ ജയിക്കുന്നത്, ഈ അതീന്ദ്രിയ ഭാവം നമുക്ക് കൈവരുത്താൻ സാധിക്കും. പിന്നെ ശരീരത്തിൽ ബന്ധിക്കപ്പെട്ട് നിൽക്കില്ല നമ്മളിപ്പോൾ ഈ ശരീരത്തിൻ്റെ സ്വഭാവം, മൂലപ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശരീരം, ഗുരുവായൂരപ്പൻ്റെ തന്നെ അപരാശക്തിയാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തിന് ഭൗതിക ശക്തിയുടെ സ്വഭാവമുണ്ട്. അത് എത്രയൊക്കെ ജ്ഞാനിയായിരുന്നാലും അത് പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മുക്തമാകില്ല. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ വരുന്നത് ദേഹബോധമാണെന്നർത്ഥം. അപ്പോൾ ശരീരത്തിലുള്ള അംഗപ്രത്യംഗങ്ങളെ കൊണ്ട്, ഇപ്പോൾ കൈയിൻ്റെ വിരലുകൾ കൊണ്ട് ഒരു വസ്തുവിനെ കാണാൻ സാധിക്കുമോ? ഇല്ല. ചെവി കൊണ്ട് കേൾക്കുന്ന പോലെ വേറെ എന്തെങ്കിലും ഇന്ദ്രിയത്തെ കൊണ്ട്, അല്ലെങ്കിൽ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കേൾവി എന്ന കർമ്മം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അപ്പം ശരീരം പരിമിതികൾക്കുള്ളിലാണ്. ഭൗതിക ശക്തികളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റേതായ സ്വഭാവം അനുസരിച്ചുള്ള പരിധികളുണ്ട്. ഭഗവാൻ അതീന്ദ്രിയനാണ്. മായയെ ജയിച്ചവനുമാണ്. മായയെ ജയിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഭഗവാന് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഭൗതിക ശക്തികൾക്ക് അടിമപ്പെട്ടായിരിക്കുന്നത്. ആ സ്വഭാവത്തോടുകൂടി, ആ സ്വഭാവം വച്ചുകൊണ്ട്, ആ കഴിവുകൾ വച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പം ഭഗവാൻ മനുഷ്യ ശരീരം എടുത്തുകൊണ്ട്, അപ്പം സാധാരണ മനുഷ്യ ശരീരത്തോടുകൂടി വന്നിരിക്കുന്ന ഒരു ശിശുവിന് ഒരിക്കലും ഈ ഇതുപോലുള്ള രാക്ഷസന്മാരെ ഒന്നും നമുക്ക് കൊല്ലാനോ ഒന്നും സാധ്യമല്ല, അല്ലേ? നമ്മളതാണ് ചിന്തിക്കുക. ഈ ശിശുവായിരിക്കുന്ന ആള് എങ്ങനെ ഈ അത്ഭുതകരമായിട്ട് ഈ അസുരന്മാരൊക്കെ കാലുകൊണ്ടൊന്ന് തട്ടിയപ്പോഴത്തേനും തൃണാവർത്തനം മതിവി അതുപോലുള്ള അസുരന്മാരൊക്കെ എപ്രകാരമാണ് ഇല്ലാതെയായത്? അപ്പം ഭഗവാൻ എന്ന് പറയുന്ന ആസുരീഭാവം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മായ എന്ന് പറയുന്നത്. ആസുരീഭാവത്തെ ജയിച്ചു നിൽക്കുന്നവനാണ്. അപ്പം ശരീരത്തിൻ്റെ പ്രായം പോലും പ്രശ്നമല്ല. ശരീരത്തിൽ ഭഗവാന്റെ പരമാത്മത്വം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഏത് സമയത്ത് എപ്പോഴും ഏത് പ്രായത്തിലും പ്രകടമാകുന്ന രീതിയിലാണ് അതിൻ്റെ സംവിധാനം. മായയ്ക്ക് അതീതനായിട്ട് ജനിച്ചതിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ പൂർണ്ണ അവതാരത്തിൻ്റെ എല്ലാവിധ കഴിവുകളും ആ പരമാത്മാവിൻ്റെ എല്ലാവിധ ശക്തികളും ഭഗവാൻ ആ പൂർണ്ണാവതാരത്തിൽ കാണിച്ചു തരുന്നുണ്ട്. ബാക്കി എല്ലാ അവതാരങ്ങളിലും കുറച്ചൊക്കെ പരിമിതി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പൂർണ്ണാവതാരമായിരിക്കുന്ന കൃഷ്ണൻ്റെ അവതാരത്തിൽ ഒരു പരിമിതി ഇല്ലാതെ ശിശുവായിരിക്കുമ്പോൾ തൊട്ടുള്ള ആ പരമാത്മാവിൻ്റെ പ്രഭാവത്വം നമുക്ക് ശരിക്കും പ്രകടമാകുന്ന രീതിയിലാണ് ശ്രീകൃഷ്ണ ലീല നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ലീലയെ കൂടുതൽ പഠിക്കണം, അത് ഹൃദയസ്ഥമാക്കണം എന്ന് പറയാൻ കാരണം. ധ്യാനത്തിൽ എടുക്കേണ്ട വിഷയം തന്നെ അതാണ്. അപ്പോൾ അതീന്ദ്രിയമായിരിക്കുന്ന ശക്തികൾക്ക് ഉടമയായിരിക്കുന്ന പരമാത്മാവിനെ ശരിക്ക് നമുക്ക് എത്രയൊക്കെ ആയാലും പറഞ്ഞാൽ പോലും മനസ്സിലാകാത്ത ഇരിക്കുന്ന ആ ഒരവസ്ഥയ്ക്ക് ഒരു പരിഹാരമാണ് ഭഗവാന്റെ ഗീതാരസം അല്ലെങ്കിൽ ലീലാരസത്തെ നമ്മൾ കുറേശ്ശെ ആയിട്ട് ഓരോ ഭാഗം എടുത്ത് ചിന്തിച്ചാൽ പോലും ഒക്കെ പരമാത്മത്വത്തിൻ്റെ അതീന്ദ്രിയത്വം പ്രകടമാകുന്നത് നമുക്ക് കാണാം. ഈശ്വരശക്തിയുടെ പൂർണ്ണമായ പ്രഭാവം എവിടെയൊക്കെ ഏതൊക്കെ തരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പൂർണ്ണമായിട്ട് ഭഗവാൻ കാണിച്ചു തരുന്നുണ്ട്. അത് ശിശു ആയിരിക്കുമ്പോൾ തൊട്ട്, ഗർഭത്തിൽ കിടക്കുന്ന അവസ്ഥ തൊട്ട് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇൻഡിക്കേഷൻ കൊടുക്കുന്നതും എല്ലാവർക്കും ലോകത്തിന് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ ഇന്ന രീതിയിൽ ഇന്ന ആളുടെ മക്കളായിട്ട് ജനിക്കും എന്ന് ജനിക്കാൻ പോരുന്നതിന് മുമ്പ് ഒരു പ്രീ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വരണം. അപ്പോൾ നമ്മൾ ഈ ഭഗവാന്റെ കഥ ശരിക്കും ഇങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ജന്മത്തിൽ ആരാകണം, എന്താകണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് അതനുസരിച്ച് കൊണ്ട് ഇന്നയാളുടെ
മാതാപിതാക്കൾ ആരായിരിക്കണമെന്നോ, എവിടെ ജനിക്കണമെന്നോ, ഏത് ശരീരത്തോടെ സ്ത്രീയോ പുരുഷനോ ആയിട്ട് ജനിക്കണമെന്നോ, ഏത് കുലം വേണമെന്നോ ഒക്കെ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ തീരുമാനിച്ച് അതനുസരിച്ച് കൊണ്ട് നമുക്ക് ജന്മമെടുക്കാൻ സാധിക്കും. പക്ഷേ മായയെ ജയിക്കണം. മായയെ ജയിച്ചു നിൽക്കുന്ന ഭഗവാൻ എപ്രകാരമാണോ തൻ്റെ ഇച്ഛയനുസരിച്ചുകൊണ്ട് ശരീരമെടുത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ളവരുടെ മകനായിട്ടൊക്കെ ജനിക്കാൻ ഇടവന്നത്, അതേ പ്രോസസ്സ് പൂർണ്ണ മനുഷ്യനായിരിക്കുന്ന ഒരാൾക്ക് സാധ്യമാണ്. പക്ഷേ മായയെ ജയിക്കണം. മായയെ ജയിച്ചാലേ ഈ പരമാത്മത്വം നമുക്ക് കൈവരികയുള്ളൂ. നമ്മുടെ കയ്യിൽ 50% ഉണ്ട്, ഇല്ലാത്തതല്ല ഉണ്ടാക്കാൻ പറയേണ്ടത്. അപ്പോൾ അതിനെ ഉയർത്തിക്കൊണ്ടുവന്നാൽ, ആ മായയെ ഉണർത്തിക്കൊണ്ടുവന്നാൽ ഈ പറയുന്ന അതീന്ദ്രിയത്വം, പരമാത്മത്വം നമ്മളിൽ പ്രകടമാകുക. ആ ഒരു പൂർണ്ണ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ബന്ധനത്തിലൊന്നും പെടേണ്ട, ഭഗവാനിലേക്ക് പോയി ലയിക്കുകയും ചെയ്യും. അത് ഓട്ടോമാറ്റിക് പ്രോസസ്സിൽ നടക്കും. പക്ഷേ നമുക്ക് ഈശ്വരൻ്റെ പൂർണ്ണമായ സ്വരൂപം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ മായയെ ജയിക്കുന്ന അനുസരിച്ച് മാത്രമേ ഭഗവാനെ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും. അനുഭവിച്ചറിയുന്നവരെ ഈ പുസ്തകമൊക്കെ നമുക്ക് ഇല്ലെങ്കിൽ മാർഗദർശനങ്ങളോ, പൂർവികരുടെ മാർഗദർശനങ്ങളോ, പുസ്തകങ്ങളോ, ശാസ്ത്രങ്ങളോ ഒക്കെ മാർഗം കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അത് ഇവരുടെയൊക്കെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വ്യാസൻ മുതലുള്ള ഋഷീശ്വരന്മാരുടെ, ജനകനായിക്കോട്ടെ, അങ്ങനെയുള്ള ആ മഹാമനസ്കരായിട്ടുള്ള മഹാത്മാക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആചരണ സ്വരൂപനെ കൊണ്ടുനടക്കാൻ പാകത്തിന് എന്തെങ്കിലും നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെയൊക്കെ ഈ മായയെ ജയിച്ചതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആണ്. അവർ സ്വയം നേടിയെടുത്ത കഴിവുകൾ, അനുഭവത്തിലൂടെ നേടിയ കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിലൊന്നും ഒരു കലർപ്പുമില്ല, ഒരു അസത്യവുമില്ല. പിന്നെ കലർപ്പ് വരുന്നത് എപ്പോഴാണ്? നമ്മളത് എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ മായയിൽ നിന്നുകൊണ്ടാണ് ഇത് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ അത് അവരുടെ കാഴ്ചപ്പാട് പോലും മാറിപ്പോകുന്നു. അവരെന്തുദ്ദേശമാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മായയെ ജയിച്ചിട്ട് ഇതൊക്കെ പഠിക്കണം. എന്നാൽ മായയെ ജയിച്ചിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ മനസ്സിലാകാൻ തുടങ്ങുള്ളൂ. മായയെ ജയിച്ചിട്ടില്ലെങ്കിൽ നമുക്കിതൊന്നും മനസ്സിലാവില്ല. എത്ര ശ്രമിച്ചാലും മനസ്സിലാവില്ല. അപ്പം നമ്മൾക്ക് സാധന, അഷ്ടാംഗയോഗം എന്നൊക്കെ പറയുന്നത് മായ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറയുന്നതും ആ കർമ്മയോഗം ശരിക്കും ഇൻഡിവിജ്വലി 5-6 അധ്യായം വരെയുള്ള കാര്യങ്ങളൊക്കെ മായയെ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. മായാബന്ധിത എത്ര ശ്രേഷ്ഠനായാലും, എത്ര തന്നെ വീരശൂര പരാക്രമിയായാലും മായയെ ജയിക്കാതിരുന്നാൽ ഈ പറയുന്ന വിഷാദമൊക്കെ അർജുനെ പോലെ നമുക്കും ഉണ്ടാകും. അടിക്കടെ നമുക്ക് ഉണ്ടായിക്കൊണ്ടായിരിക്കണേ. നമ്മളിതൊക്കെ അനുഭവിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ അതിൻ്റെ പരിഹാരം തേടുക. എന്ന് പറഞ്ഞ പോലെ നമുക്കും എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്തെങ്കിലും അന്വേഷിക്കുക. ഇതേപോലെ അർജുനൻ ഒരു വിഷമത്തിൽ മായയ്ക്ക് അതീതനായിട്ട് പെട്ടുകൊണ്ട് ഈ ഭൗതികമായിട്ടുള്ള ശരീരങ്ങളെ പറ്റിയൊക്കെ ചിന്തിച്ച് അത് പാപമാണ്, ഇത് പുണ്യമാണ് എന്നൊക്കെ വകതിരിവോടൊക്കെ കുലധർമ്മം എന്താ, കുലധർമ്മം അല്ലാത്തത് എന്താ, എവിടെയാണ് നാശം സംഭവിക്കുന്നത്, ഇതൊക്കെ വിവേചനം ചെയ്ത് സംസാരിക്കുമ്പോഴും ഞാൻ ഈ ഭൗതിക ശക്തികൾക്ക് അടിമയായിരിക്കുന്ന ഒരു കാര്യത്തിനും അതിൽ നിന്നൊന്നും നേടാനില്ല എന്ന അവസ്ഥയിലേക്ക് പോയിട്ട് പിന്നെ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അർപ്പണ്യദോഷോ ഭഗവത സ്വഭാവം ധർമ്മ സുമൂഢ ചെയ്ത ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി ധന്മേഹം ഷാദിമാം താം പ്രപന്ന എന്ന് പറഞ്ഞുകൊണ്ട് അർജുനെ രക്ഷപ്പെടുത്തിയ ഈ ഒരു ശരണാഗതിയാണ്. അപ്പോൾ ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാനെ ശരണാഗതി അനന്യമായിട്ട് ചെയ്യുന്നവർക്ക് ഈ ഭൗതിക ശക്തികളിൽ നിന്ന് മോചനം കിട്ടും. ഈ ഭൗതിക ശക്തിക്ക് അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് മായയെ ജയിക്കുക എന്ന് പറയുന്നത്. അതാണ് ജീവൻ മുക്തം, മോക്ഷം എന്നൊക്കെ പറയുന്നത്. ഇത് ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ് ആ ഭക്തിയുത സേവനത്തിൻ്റെ യഥാർത്ഥ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് കിട്ടുക. അപ്പോൾ വ്യാസൻ മുതലുള്ളവരൊക്കെ ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് മായയെ ജയിച്ച് മായയ്ക്ക് അതീതനായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ചിന്തിക്കുമ്പോഴേ ഭഗവാനെ പറ്റി തന്നെ യഥാർത്ഥ രൂപം നമുക്ക് മനസ്സിലാക്കാനും അത് നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാനെ പ്രാപിക്കുക എന്ന് പറയുന്ന അവസ്ഥ, ജീവൻ മുക്ത ഭാവം എന്ന് പറയുന്നത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, നമ്മുടെ കഴിവുകൾ നമുക്ക് വരും തലമുറയ്ക്ക് പോലും പ്രയോജനപ്പെടുന്ന രീതിയിൽ അതൊക്കെ സംഭാവന ചെയ്യാൻ സാധിക്കുക.
അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഭാഗവതം വായിക്കുന്നുണ്ട്, നാരായണീയം വായിക്കുന്നുണ്ട്, ദേവി മഹാത്മ്യം വായിക്കുന്നുണ്ട്, ശിവപുരാണം വായിക്കുന്നത്, എന്തൊക്കെയാണ് വായിച്ചു കൂട്ടുന്നത്? ഇതൊക്കെ ഓരോരുത്തരുടെ അവരുടെ അച്ചീവ്മെൻറ്റ്സിൽ നിന്ന് മഹാത്മാക്കൾ ഉണ്ടാക്കി വെച്ചതാണ്. ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് നമ്മൾ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എന്തുണ്ടാക്കി? അതാണ് എൻ്റെ ചോദ്യം. നമ്മുടേതായ അച്ചീവ്മെൻറ്റ്സ് നമ്മൾ ഭക്തിയിൽ എന്തുണ്ടാക്കി? അത് മായയെ ജയിച്ചാലേ നമുക്ക് യഥാർത്ഥത്തിൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കും. നമ്മൾ ഭൗതികമായിട്ട് വീടുണ്ടാക്കി, ഇവിടുണ്ടാക്കി, മക്കളുണ്ടാക്കി, അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തു, ഈ സമ്പത്തുണ്ടാക്കി, അതുണ്ടാക്കി, ഇതുണ്ടാക്കി, ഇതൊന്നും അച്ചീവ്മെൻറ്റ്സ് അല്ല. ഇതൊക്കെ ഇന്നലെ നാളെ നമ്മൾ ഉപേക്ഷിച്ച് പോകണം. അത് ഇവിടെ നിലനിന്നാൽ തന്നെ, വരും തലമുറ മക്കളൊക്കെ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് നിലനിൽക്കുന്നത് എന്താ? നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്താ? നമ്മുടെ കഴിവുകളാണ്. നമ്മുടെ ജന്മവാസനയാൽ നമ്മൾ നേടിയെടുത്തിരിക്കുന്ന ഇന്നർ കോൺഷ്യസ് എനർജിയിലൂടെ നമ്മൾ നേടിയിട്ടുള്ള അന്തർയാമി സ്വരൂപമായിരിക്കുന്ന അതിൽ നിന്ന് ആത്മശക്തിയുടെ പ്രഭാവം എത്രമാത്രം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ അത് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കൂ. ഭൗതിക ശക്തികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ശരീരം കൊണ്ട് കർമ്മേന്ദ്രിയങ്ങളായിക്കോട്ടെ, ജ്ഞാനേന്ദ്രിയങ്ങളായിക്കോട്ടെ, ബുദ്ധി ആയിക്കോട്ടെ, എന്ത് ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് നമ്മൾ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതൊന്നും കൊണ്ടുപോകാൻ സാധിക്കും. ഉണ്ടാകാൻ സാധ്യതയുള്ളത് ആ 50% നേച്ചർ, ദൈവിക സമ്പത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ 50% ഉണ്ട്. അതിനെ എത്രമാത്രം ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്. 50% ഉണ്ട്. അതിന് സ്ഥിരം ചെയ്ത് അതെന്തൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് അതിൽ അപ്ഗ്രേഡേഷൻ ഉണ്ടാക്കുന്ന 0.001% അപ്ഗ്രേഡേഷൻ ഉണ്ടായാൽ അത് മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ. അപ്പോഴേ നമ്മൾ മായയെ ജയിച്ചു എന്ന് പറയാൻ സാധിക്കും. മായയെ ജയിക്കുന്ന അവസ്ഥയിൽ നേടുന്നത് മാത്രമേ അടുത്ത ജന്മത്തിലേക്ക് പോലും പ്രയോജനപ്പെടൂ. ഭൗതിക ശക്തികളൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കിയാലും വേണ്ടില്ല, ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ കഴിവ് കൊണ്ട് നമ്മൾ എന്തൊക്കെ ശരീരം കൊണ്ടായിക്കോട്ടെ, ഇന്ദ്രിയ മനോബുദ്ധികളൊക്കെ ഉണ്ടായിട്ടുള്ള ഭൗതികമായിട്ട് നേട്ടങ്ങളായിക്കോട്ടെ, സ്വത്തായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, ഐശ്വര്യമായിട്ട് ഭൗതിക ശക്തി കൊണ്ടാണ് നേടിയിരിക്കുന്നതെങ്കിൽ അത് ഉപേക്ഷിച്ച് പോകേണ്ടി വരും. അത് തിരിച്ചു വരുമ്പോൾ രണ്ടാമത് ഉണ്ടാക്കേണ്ടി വരും. അതാണ് വ്യത്യാസം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.